ഒരു ഇമോഷണൽ ബീസ്റ്റാണ് ജോഷിയേട്ടൻ. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾ പുറകിൽ പോയിരിക്കണം ജോഷിയേട്ടൻ്റെ. നിങ്ങളുടെ കണ്ണ് നനയിച്ചിട്ടുണ്ടെങ്കിൽ ജോഷിയേട്ടൻ്റെ ഹൃദയം വീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തോടയുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സീൻസ് എടുക്കുമ്പോൾ ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് കലക്കിടെ അങ്ങനെയാ പറയുന്നത്. He's an emotional beast. ലേലം സെക്കൻഡ് അതുപോലെ 2016 മുതൽ എഴുതുന്നതായിട്ട് അങ്ങനെയൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. പത്രം സെക്കൻഡ് കേൾക്കുന്നുണ്ട്. അതല്ല ഞാൻ ഇനി ഹൈവേ സെക്കൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹൈവേ സെക്കൻഡ് എന്ന് പറയുന്നത് ഹൈവേയുടെ സീക്വൽ അല്ല. മാഡ് മാക്സ് എന്ന് പറയുന്ന സിനിമ അതിന്റെ 3 സീക്വൽസ് കണ്ട് അങ്ങ് പ്രേരിതരായിട്ട് ജയരാജ് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഹൈവേ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു പോയതാ. പക്ഷെ നമുക്ക് ആ ഒരു പാരാഫർണേലി ഒന്നും കൊണ്ട് തരാനുള്ള ഒരു കെൽപ്പ് ആ ഒരു ഇതിനുണ്ടായില്ല. അപ്പൊ ചുരുക്കി വന്നപ്പോ ഒരു മാൾബറോവായി. പിന്നെ ഒരു സീക്വൻസി മാത്രം മാഡ് മാക്സിലെ കുറെ മുടിയന്മാരെയൊക്കെ കൊണ്ടുവന്ന അവരുമായിട്ടൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ അങ്ങ് തൃപ്തിപ്പെട്ടു സംവിധായകൻ. അത് ഹൈവേ എന്ന് പറയുന്നത് അതിനകത്ത് അങ്ങനെ ഒരു വിചാരത്തിൽ തുടങ്ങിയ പടമാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ചെയ്തത് ആസ്വാദികരമായി. അത് സക്സസ്ഫുൾ ആയിരുന്നു. അത് തെലുങ്കിലാണ് ഏറ്റവും വലിയ ഹിറ്റ് മാറിയത്. CBI ഓഫീസർ എന്നും പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. ഡബ് ചെയ്തപ്പോ പേര് ഡബ് സിനിമകൾ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. സാദരം വരെ പോയി. പക്ഷെ എന്നാൽ അപ്പോഴും രേഖ പോയി. പിന്നെന്ത് വേണം? എന്നാൽ അങ്ങനെ തുടർച്ചയായി സ്ട്രേറ്റ് തെലുങ്ക് സിനിമ ചെയ്തിട്ട് അവിടെ ഒരു ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മഹേഷ് ബാബു ഒന്നും പറയുന്ന പോലൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ലാംഗ്വേജ് വഴങ്ങത്തില്ല എന്ന് ഞാൻ പിന്നെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഡയലോഗ് പറയാതെ അഭിനയിക്കാൻ, അത് ഡബ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. ഞാൻ മലയാളം ചെയ്തോളാം, നിങ്ങളത് ഡബ് ചെയ്തോ, തെലുങ്കിലേക്ക് ഡബ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ, എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒഴിവായിട്ടുണ്ട്. എത്ര വലിയ ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ റെഡ്ഡി എന്നൊക്കെ പറയുന്ന ആളെ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഈ മലയാളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മലയാളം വളരെ കൃത്യതയോടെ അതിലൊരു ഉച്ചാരണ ശുദ്ധിക്ക് ഭയങ്കര എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ഇതേ നടൻ പറഞ്ഞ് ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, MT ഡബിങ് സ്യൂട്ടിൽ ഇരുത്തി പഠിപ്പിച്ച എന്ന് പറയുമ്പോഴേ ഞാൻ ഭാര്യ എന്നാ പറഞ്ഞത്. പിന്നെ ഇരുത്തി എന്റെ വരപ്പിച്ച് ഇങ്ങനെ ഇത് ഭ, ഇത് ദ, ഇത് ബാ, ബ്രദർ, ബാഡി, ബോഡി, ഇത് ബാ, ഇത് ഭരണി, ഭാര്യ, ഊഹം, ഊഹം അല്ല, പുക, പൊഹ അല്ല, ഇങ്ങനെ അപ്പറ പഠിപ്പിച്ച് മൈക്ക് ചെന്ന് നിന്ന് വീണ്ടും ഡബ് ചെയ്യുമ്പോ കുറച്ചുകൂടെ ശബ്ദം ഇങ്ങനെ താഴെ വരട്ടെ, ഇവിടെ വരട്ടെ. MD തന്നെയാണ് ഇവിടുന്ന് ശബ്ദം ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വരുത്താൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പതുക്കെ പറഞ്ഞ് ഇപ്പൊ അവിടെ എത്താറായി, പക്ഷെ ഇനി ഇവിടെ എയിം ചെയ്തു, ഇങ്ങോട്ട് പിടിക്കും. എന്നാ വെള്ളം കുടിപ്പിച്ചോളാം വടക്കൻ വീരഗാഥയായിട്ട്. അതിനുശേഷമുള്ള സിനിമകളിൽ നമ്മളതൊരു ബോധപൂർവ്വം ഞാൻ അഡാപ്റ്റഡ് ആയി. റഞ്ചിയും കൂടെ വന്ന് കയറിയതോടുകൂടി എന്റെ ശബ്ദ പ്രക്ഷാളനം പുള്ളി നടത്തി, കീറി മുറിച്ച് കഷ്ണമാക്കി. ഇവിടെ നിന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ വോയിസ് ബോക്സ് മുഴുവൻ പുള്ളി പോസ്റ്റ്മോർട്ടം ചെയ്തു. പിന്നെ റഞ്ചി അതെനിക്ക് സാധിക്കും എന്ന് വന്നപ്പോഴേക്കും അതുവരെ മലയാള സിനിമയിൽ സംസാരിക്കാത്ത ചില പ്രയോഗങ്ങൾ തന്നു. ഇംഗ്ലീഷ് ടു മലയാളം കൂടി വാക്കുകൾ തന്നു. എല്ലാരും പറയുമ്പോഴത്തേക്കും ഇൻടോക്സിക്കേഷനിലായിരുന്നു എന്നങ്ങ് പറയും. ഞാൻ പറയുമ്പോഴത്തേക്ക് ഇൻടോക്സിക്കേഷനിലായിരുന്നു. ആ ഇന്റർനേഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വരുമായിരുന്നു.